സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൗദി അറേബ്യയിലെ മദീനയിലുള്ള ഉഹുദ് മലയുടെ ചില ഭാഗങ്ങൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഒരു ഉച്ച സമയത്താണ് പോകുന്നത്. നല്ല വെയിലുണ്ട്. ഉഹുദ് മലയുടെ മുൻവശത്തുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈന്തപ്പനത്തോട്ടങ്ങളും അതുപോലെ ജബൽ റുമാത്ത് എന്ന് പറയുന്ന ചെറിയ മലയും ഉൾപ്പെട്ട ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. അടുത്ത് മസ്ജിദ് ഷോദ എന്ന് പറയുന്ന പള്ളിയുണ്ട്. അതുപോലെ തന്നെ ഷോദ ഖബറുമുണ്ട് ചുറ്റടുത്തായിട്ട്. അതുപോലെ വാദി ഖനാത്ത് എന്ന് പറയുന്ന ചെറിയൊരു അരുവിയും ഇതിനോട് ചേർന്ന് ഒഴുകുന്നുണ്ട്. മനോഹരമായ കാഴ്ചയാണ്. ചെറുതായിട്ട് ഒഴുകുന്നു, അതുപോലെ പച്ചപ്പുമുണ്ട് ചെറിയ ചുറ്റുവട്ടത്തായിട്ട്. മൊത്തത്തിൽ അല്പം സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. പച്ചപ്പും അതുപോലെ ചെറിയ അരുവിയും പിന്നെ അതുപോലെ അതിനോട് ചേർന്ന് ഹാജിമാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാതയും വാദി ഖനാത്തിൻ്റെ വേറൊരു സൈഡിലൂടെ. ഇപ്പോൾ മൺസൂണൊക്കെ കഴിഞ്ഞതല്ലേ, നല്ല പുല്ലുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ അവിടെ അരുവി ഒഴുകുന്നുമുണ്ട്. ഉഹുദ് മലയുടെ പിൻഭാഗത്തുള്ള സൈഡിലാണ്. ഇവിടെയാണ് ഉഹുദിൻ്റെ ബാക്ക് സൈഡിൽ വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞത്. അള്ളാഹു റസൂലിന് പരിക്കേറ്റ സമയത്ത് ഉഹുദിൽ ഫാത്തിമ ബീവി വെള്ളം തപ്പി നടക്കുകയും അവസാനം ഒരു വെള്ളക്കെട്ട് കാണപ്പെട്ടു. അതിൽ നിന്ന് വെള്ളം അള്ളാഹു റസൂലിന് കുടിക്കാൻ കൊടുക്കുകയും മുറിവ് കൈ കൊടുക്കുകയും ചെയ്തു പറഞ്ഞു. പക്ഷെ അള്ളാഹു റസൂൽ കുടിക്കുകയുണ്ടായില്ല. അങ്ങനെ പറയപ്പെടുന്ന ആ സ്ഥലം ഈ സൈഡിലാണ്. നോക്കാം. ഉഹുദിൻ്റെ ബാക്ക് സൈഡിൽ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് അള്ളാഹു റസൂലിന് ഉഹുദിൽ പരിക്കുപറ്റിയ സമയത്ത് ഫാത്തിമ ബീവി വെള്ളത്തിന് വേണ്ടി അലയുകയും അവസാനം ഉഹുദ് മലകൾക്ക് പിൻഭാഗത്തുള്ള ഒരു ചെറിയ വെള്ളക്കെട്ടത്തിൽ വെള്ളം കൊണ്ടുവരികയും ചെയ്തു. അവിടുന്ന് അള്ളാഹു റസൂലിൻ്റെ മുറിവ് കഴുകി കൊടുത്തു. അതുപോലെ കുടിക്കാൻ കൊടുത്തപ്പോൾ രുചി വ്യത്യാസം കണ്ട് അള്ളാഹു റസൂൽ കുടിക്കാതെ മാറ്റിയെടുത്തുകയും ചെയ്തതാണ്. ആ വെള്ളക്കെട്ട് ഈ സൈഡിലും തോന്നുന്നു. പോയി നോക്കാം. ഉഹുദിന് പിറകുവശത്തുള്ള ചെറിയൊരു വെള്ളക്കെട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉഹുദ് യുദ്ധത്തിന് ശേഷം പരിക്കേറ്റ പ്രവാചകർക്ക് വെള്ളം കൊടുക്കാനായിട്ട് സഹാബാക്കളൊക്കെ നെറ്റോട്ടം ഓടുന്ന സമയത്ത് മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഉഹുദിൻ്റെ പിറകുവശത്ത് പോയിട്ട് വെള്ളക്കെട്ടുന്നത് കേട്ടപ്പോൾ അവിടെ പോയി വെള്ളം എടുക്കുകയും അവിടുന്ന് പ്രവാചകർക്ക് കുടിക്കാൻ കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. പക്ഷേ പ്രവാചകരെ കുടിക്കുകയുണ്ടായില്ല വെള്ളത്തിൻ്റെ രുചി കാരണം. കാരണം എന്ന് പറഞ്ഞാൽ ചുറ്റടുത്തുള്ള വെള്ളത്തേക്കാൾ മോശമായ രുചിയായിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുടിച്ചില്ല. പക്ഷേ മുറിവ് കഴുകുണ്ടായി എന്ന് പറഞ്ഞു. ആ കാണുന്ന വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. അവിടെ ഒരുപാട് സന്ദർശകരൊക്കെ വരാറുണ്ട്. ഇപ്പോഴും വെള്ളക്കെട്ട് അവിടെ ഉണ്ട്. നമ്മുടെ ഉഹുദ് മലയുടെ പുറകുവശമാണ്. ചുറ്റുവട്ടത്തും ഇതുപോലെ മലയാണുള്ളത് എല്ലാ ഭാഗത്തും. മുകളിൽ നോക്കുകയാണെങ്കിൽ മതിലുകൾ മദീനയുടെ ആലിയ എന്ന് പറയുന്ന ഭാഗമാണ്. പഴക്കുന്നതിനെ അറിയാം. ഇപ്പോൾ ഈ കാണുന്ന ഏരിയയാണ് സൽമാൻ ഫാരിസ് സൗത്ത് സൈഡിൽ ഒരു ജൂതൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയുന്ന ഈ ഭാഗത്തായിട്ടാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈന്തപ്പനത്തോട്ടങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ പുറകുവശത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് വെള്ളക്കെട്ടും പുതിയതും പഴയതുമായ ഒരുപാട് ഈന്തപ്പനകളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഒരുപാട് പഴയ ഓർമ്മകൾ, ഒരുപാട് ചരിത്രത്തിൽ കേട്ടുകഴിവുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരും. മക്കളിതാണ് മദീന ആലിയ എന്ന് പറയും. ഇവിടെ നിന്നാണ് ആലിയ തുടങ്ങുന്നത്. അതായത് ഹറമിനോട് അടുക്കുന്ന ഭാഗങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ ഭാഗത്താണ്. വിയല്ലേ അതുപോലെ മദീനയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കുബാ പള്ളിക്കും അപ്പുറത്ത് മുഹമ്മദിയ എന്ന ഭാഗത്തുള്ള ഒരു ഈന്തപ്പനത്തോട്ടമാണ്. ഒരുപാട് വിശാലമായ ഈന്തപ്പനത്തോട്ടമാണ്. മനോഹരമാണ് കാണാൻ. അതുപോലെ ഇത് കഴിഞ്ഞ് പോയിട്ടാണ്
വാദി അഗീഖ് എന്ന് പറയും. അതിൽ നിന്ന് 40 കിലോമീറ്റർ അപ്പുറമുണ്ട്. മനോഹരമായ കാഴ്ചയാണ് അവിടെ. അപ്പോൾ നമ്മൾ കാണുന്ന ഇതിനോട് ചേർത്ത് ഇത് വാദി അഗീഖാണ്. അതായത് ഒരുപാട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും വന്നിരിക്കാണ്ടായിരുന്ന ഒരു വെള്ളക്കെട്ടായിരുന്നു മുമ്പ് പറഞ്ഞത്. മൺസൂൺ കാലത്തിന് ശേഷം ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പോലെ വെള്ളക്കെട്ടായിരുന്നു. ഒരുപാട് സഹാബാക്കൾ ഇതിന് ചുറ്റുഭാഗത്തും വീടൊക്കെ താമസിച്ചിരുന്നു പറഞ്ഞു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹുവിൻ്റെ മകൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിനൊക്കെ ഇവിടെയാണ് താമസിച്ചിരുന്നത് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മസ്ജിദുൽ ഷഅബ് ബനി ഹറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തക്ക് യുദ്ധത്തിന് ശേഷം ഭക്ഷിക്കാനില്ലാതായപ്പോൾ സഹാബിമാരുടെ അന്വേഷിച്ചപ്പോൾ ഏതൊരു സഹാബിൻ്റെ അടുത്ത് ഒരു ആടിനെ ഇറക്കാണ്. ഇങ്ങനെ ആടിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കുകയും അവിടെ മൊത്തത്തിലുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷിക്കാൻ ഉതകുന്ന വിധത്തിൽ റിസ്കിനെ വികസിപ്പിക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ഷോദാഹുദിൻ്റെ ഭാഗത്തുള്ള ആ വാദി ഖാനത്തിനോട് ചേർന്ന് ആ ഒരു പ്രദേശം മൊത്തം ക്ലീൻ ചെയ്യുന്ന സമയത്ത് പോയെടുത്തൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഉഹദിൻ്റെ പുറകുവശത്ത്, അതായത് ആദ്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവി വെള്ളം എടുത്തു കൊടുത്ത സമയത്ത് റസൂലിനെ കുടിക്കുകയുണ്ടായില്ല. പിന്നീട് അലിയാർ തങ്ങൾ, അതായത് ഫാത്തിമ ബീവിയുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു ഇവിടുന്ന് വെള്ളം കൊണ്ടു കൊടുക്കുകയും, അതായത് തൊട്ടപ്പുറത്തുള്ള മറ്റു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഉറവയിൽ നിന്ന് വെള്ളം കൊണ്ടു കൊടുക്കുകയും റസൂലുള്ളാഹി കുടിക്കുകയുണ്ടായെന്ന് പറഞ്ഞത്. കഴിച്ചു നോക്കുന്ന സമയത്ത് നല്ല ഉപ്പിൻ്റെ രുചിയൊന്നുമില്ലാത്ത നല്ലൊരു വെള്ളമാണ്. ഈ വെള്ളം തന്നെ കുറഞ്ഞ സ്ഥലത്തു നിന്ന് ഉറവ് പൊങ്ങി മറ്റ് വേറെ സ്ഥലത്ത് അതുപോലെ താഴ്ന്നു പോകുന്നുണ്ട്. അല്ലാതെ ഒന്നും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടില്ല ഈ വെള്ളം. അത് പല സമയത്ത് ഉറവ് വരും ചെയ്യും, അതുപോലെ തന്നെ പല സമയത്ത് അത് പിന്നെ അപ്രത്യക്ഷമാവും ചെയ്യാറുണ്ടെന്നാണ് കേൾക്കുന്നത്. പലതവണ അന്വേഷിച്ച് ഒരു തവണ എനിക്ക് കിട്ടുകയുണ്ടായി. ആ സമയത്ത് എനിക്കിത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. എന്നാൽ ഇങ്ങോട്ടൊന്നും അതിൻ്റെ ഒരു അടയാളമില്ല കേട്ടോ. ഇങ്ങോട്ടൊന്നും അങ്ങനെ സംഗതിയേ ഇല്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ പള്ളിയായ ഖുബാ മസ്ജിദിൽ പോകുന്ന വഴിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണത്. അതിനോടൊപ്പം തന്നെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഉത്ബാൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ സ്ട്രക്ചറൊക്കെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയും ഒക്കെ ചെയ്ത പള്ളി ഇതിനകത്താണ് പറയുന്നത്. അറബിലേക്ക് പോകുന്ന ഒരു ദിവസം കഴിഞ്ഞ് പെരുന്നാൾ സമയത്ത് അറബിൽ പോയതായിരുന്നു. അപ്പോഴുള്ള തിരക്കാണ് കാണുന്നത്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ ഉഹുദ് മലയുടെ ചാരത്ത് സയ്യിദ് ഷുഹദാഇൻ്റെ തൊട്ടടുത്ത് നമ്മളെ ഷുഹദാ മസ്ജിദ് ഇങ്ങനെ നിലകൊള്ളുകയാണ്. ഇന്നത്തെ ഒരു സായാഹ്നം ജബൽ റുമാത്ത്, ഇവിടെയാണ് അമ്പെയ്ത്തുകാരൻ നിർത്തിയിരുന്നത് പറഞ്ഞു. സായാഹ്നം അങ്ങ് ജസ്റ്റ് ആഘോഷിക്കാൻ വന്നു. كذا واحد يعرف يعني في مويه